ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഫൺ സ്ട്രീറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ക്രിക്കറ്റ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ IPL നടക്കുവാണ്, നെക്സ്റ്റ് വീക്ക് ഫൈനലാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ T20 വേൾഡ് കപ്പും ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് മലയാളികളുടെ ക്രിക്കറ്റ് നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ചില പ്രഡിക്ഷൻസും എത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മല്ലു ഫൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണേ, മല്ലു ഫൺ സ്ട്രീറ്റ്. അപ്പോൾ പേരെന്താണ്? നിതിൻ. ഓക്കെ. IPL കാണാറുണ്ടോ? IPL വിന്നറെ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടുന്നോ അത്രയും ക്യാഷ് കിട്ടും. പക്ഷേ ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രഡിക്ഷനിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ക്രിക്കറ്റിന് റിലേറ്റഡ് ആണ്. ഓക്കെ. ഒരു ബോളർ 7 ബോൾ എറിയുന്നു. ഒരു ഓവറിൽ 6 ബോളാണുള്ളത്. 7 ബോൾ എറിയുന്നു. 7ാമത്തെ ബോൾ ഔട്ടാവുന്നു. ബാറ്റ്സ്മാൻ ഔട്ടാവുന്നു. അപ്പോൾ അത് ഔട്ട് കൊടുക്കുകയോ ഇല്ലയോ? ഒരു ബോളർ അബദ്ധത്തിൽ 7 ബോൾ എറിഞ്ഞു. 7ാമത്തെ ബോളിൽ ഔട്ടായി, ബാറ്റ്സ്മാൻ ഔട്ടായി. അങ്ങനെയാണെങ്കിൽ അത് ഔട്ട് കൊടുക്കുകയോ ഇല്ലേ? ഇല്ല, കൊടുക്കൂലല്ലേ? പക്ഷെ ഉത്തരം തെറ്റാണ്, കൊടുക്കും. കാരണം അത് അമ്പയറിന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അത് ബോളർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. IPL ആര് ജയിക്കുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? KKR ജയിക്കുമല്ലേ? പക്ഷെ ആള് എറിഞ്ഞു, 7ാമത്തെ ബോൾ എറിഞ്ഞു, ബാറ്റ് ചെയ്തായിരുന്നു, അത് ഔട്ടാവുകയും ചെയ്തു. ഔട്ടാവുകയും ചെയ്തു. അപ്പോൾ നോർമലി ഔട്ടാണല്ലോ. ആൻസർ കറക്റ്റാ. അപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാനാണ്. ഇത്തവണത്തെ IPL വിന്നറിനെ പ്രെഡിക്റ്റ് ചെയ്യണം. ആരാണോ ഇത്തവണ IPL വിൻ ചെയ്യുന്നത് അല്ല പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ IPL വിന്നറെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോക്ക് എത്ര ലൈക്കുന്നോ അത്രയും മതി. അപ്പോൾ CSK ആണ് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ CSK വിജയിക്കുകയാണെങ്കിൽ ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടോ അത്രയും പൈസ തരുന്നതാണ്. എന്താ ഔട്ട് കൊടുക്കും? എന്തുകൊണ്ട് ഔട്ട് കൊടുക്കും എന്നുള്ളത് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇത്തവണത്തെ IPL വിന്നറെ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടോ അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ വർഷത്തെ IPL വിന്നറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. KKR ആണ് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ KKR വിജയിക്കുകയാണെങ്കിൽ IPL ഫൈനലിൻ്റെ അന്ന് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടുന്നോ അത്രയും പൈസ നിനക്ക് തരും. ഓക്കെ. ഒരു ബോളർ ബോൾ ചെയ്തു, നോ ബോളാണ്, നോ ബോൾ ചെയ്തു, അത് ഹിറ്റ് വിക്കറ്റായി. അങ്ങനെയാണെങ്കിൽ അത് ഔട്ട് കൊടുക്കുകയോ ഇല്ലേ? ഔട്ട് കൊടുക്കത്തില്ല. എന്തുകൊണ്ട്? ഫ്രീ ഹിറ്റ് അല്ലല്ലോ. ഫ്രീ ഹിറ്റിന് മുന്നേ ആദ്യം നോ ബോൾ അല്ലേ, നോ ബോളിന് ശേഷം എറിയുന്ന ബോളല്ലേ ഫ്രീ ഹിറ്റ്. ഇപ്പം നോ ബോളിൽ ഹിറ്റ് വിക്കറ്റായി. ഹിറ്റ് വിക്കറ്റ് അറിയാമല്ലോ, സ്റ്റംപ് അടിച്ച്. അപ്പോൾ ഔട്ട് ആവോ ഇല്ലേ? ഔട്ട് ആവത്തില്ല. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ IPL വിന്നർ ആരാണെന്ന് കറക്റ്റ് ഗസ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടും, അതായത് IPL ഫൈനലിൻ്റെ അന്ന് രാത്രി ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയിരിക്കുമോ അത്രയും പൈസ കിട്ടും. IPL വിന്നറെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. ചെന്നൈ സൂപ്പർ കിങ്സ്. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഒരു ലാസ്റ്റ് ബോളിൽ ജയിക്കാൻ 1 റൺ വേണം, 1 വിക്കറ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ ബോളർ എറിഞ്ഞ ബോള് വൈഡായി സ്റ്റംപ് ചെയ്ത് ഔട്ടായി. ബാറ്റിംഗ് ടീം വിജയിക്കോ ഇല്ലേ? വിജയിക്കോ അതോ ബോളിംഗ് ടീം വിജയിക്കോ? അപ്പോൾ ആ മാച്ച് ബാറ്റിംഗ് ടീം ജയിക്കോ ബോളിംഗ് ടീം ജയിക്കോ? ബാറ്റിംഗ് ടീം വൈഡല്ലേ, അപ്പോൾ 1 റൺ കിട്ടുമല്ലോ. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഈ IPL വിന്നറെ ഗസ് ചെയ്ത് IPL വിന്നറെ പ്രഡിക്ഷൻ ഗസ്റ്റ് ആയാൽ ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടും അത്രയും ലൈക്ക് കിട്ടും. ഇപ്പം ഇത്തവണത്തെ IPL വിന്നറെ ഗസ് ചെയ്യാൻ പറ്റുമോ? എന്താ ബോളിംഗ് ടീമിൽ വിജയിക്കും, കാരണം വിക്കറ്റ് പോയോ എന്തായാലും ഓൾ ഔട്ട് അല്ലേ? അല്ലേ? അല്ല, പക്ഷേ അത് തെറ്റാണ്. കാരണം വൈഡ് എറിഞ്ഞാൽ ആൾറെഡി 1 റണ്ണ് കിട്ടി. ടീം ആൾ ഔട്ടാവും, പക്ഷേ 1 റണ്ണ് കിട്ടും. 2 ടീം ആൾ ഔട്ടാവും, അവർ പക്ഷേ ജയിക്കും. അപ്പോൾ ഇത്തവണത്തെ IPL വിന്നറെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് സമ്മാനം കിട്ടത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സൺറൈസ്. ഒരു പേര് നിങ്ങൾ പറ. ടീം പോലും അറിയത്തില്ലേ? IPL വിന്നറെ ഗസ് ചെയ്യുന്ന നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പൊ ഇന്ന് RCB ജയിക്കുകയാണെങ്കിൽ ചെന്നൈ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടാവും. അപ്പം RCB അല്ല, നീ ചെന്നൈയാണ് പറഞ്ഞത്. അല്ല, ഇന്ന്
പൈസ കിട്ടും ഇല്ല അതിന് കിട്ടൂല. ഓക്കെ ഓക്കെ. IPL വിന്നർ ആണ് ജയിക്കണമെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കപ്പ്. RCB ആണ് ജയിക്കണമെങ്കിൽ RCB ജയിക്കും. ഓക്കെ. പക്ഷേ ഏതെങ്കിലും ഒരു ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വൈഡാണെങ്കിൽ റണ്ണാണ്. എന്താ വൈഡാണ്, പക്ഷേ സ്റ്റംപ് ചെയ്ത് ബാറ്റ്സ്മാൻ ഔട്ടായി. അപ്പം ടീം ആൾ ഔട്ടായി. ആ ബോൾ വൈഡാണെങ്കിൽ ഔട്ടല്ല. ഔട്ടായിരിക്കും. അപ്പം ഔട്ടല്ല. വൈഡ് ബോളാണെങ്കിൽ ഔട്ടല്ല. ഔട്ടല്ല. അപ്പോൾ ബാറ്റ് ചെയ്യുന്ന ടീം ജയിക്കുമോ നോക്കൂ? ജയിക്കും അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇത്തവണത്തെ IPL വിന്നറെ പ്രെഡിക്റ്റ് ചെയ്താൽ പ്രെഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടുന്നോ അത്ര എമൗണ്ട് തരും. അപ്പോൾ ഇത്തവണത്തെ IPL വിന്നറെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? CSK. RCB കപ്പടിക്കും. RCB ഫസ്റ്റ് കപ്പടിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ IPL ഫൈനലിൻ്റെ അന്ന് രാത്രി ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയിരിക്കും അത്രയും എമൗണ്ട് RCB ജയിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഒരു ബോളർ ഒരു ഫെയർ ഡെലിവറി ചെയ്തു, അത് ബാറ്റിൽ ടച്ച് ചെയ്ത് ഫീൽഡർ ക്യാച്ച് ചെയ്തു. പക്ഷേ അത് ഔട്ട് ആവുന്നില്ല. അത് എങ്ങനെ സാഹചര്യത്തിലാണ്? ഫെയർ ക്യാച്ചാണ്, ഫെയർ ഡെലിവറിയാണ്, ബാറ്റ്സ്മാൻ ഔട്ടായിട്ടില്ല. പിടിച്ച് തറയിൽ വീണ് കാണും. ഇല്ല, തറയിൽ പിടിച്ച് കൈക്കകത്ത് ഒതുക്കി. ഫെയർ ക്യാച്ചാണെന്ന് പറഞ്ഞു. ഫെയർ ക്യാച്ചാണ്. ഏത് സാഹചര്യത്തിലാണ്? ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്ന് ചിന്തിച്ചു നോക്കും. ഔട്ട് ഓഫ് ദ ബോക്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ബാറ്റിൽ ബോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ബാറ്റും ബാറ്റ്സ്മാനും തമ്മിലൊരു കോണ്ടാക്ട് വേണം. എന്നാൽ മാത്രമേ അത് ക്യാച്ച് ഔട്ട് ആവത്തുള്ളൂ. ബാറ്റ്സ്മാൻ്റെ കയ്യിൽ നിന്ന് ബാറ്റ് എയറിലാവുകയാണെങ്കിൽ ആ സമയത്താണ് ബോൾ ടച്ച് ആവുന്നതെങ്കിൽ അത് ക്യാച്ച് ആവത്തില്ല. മനസ്സിലായോ? IPL വിന്നറെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. രാജസ്ഥാൻ. നിനക്കാ? CSK. ഞാൻ പറഞ്ഞില്ലേ ഔട്ട് ഓഫ് ദ ബോക്സ്. ഇപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയുമ്പോൾ ബാറ്റ്സ്മാൻ്റെ ഔട്ട് ഓഫ് ദ ഹാൻഡായി. അങ്ങനെ നടക്കാറുണ്ടല്ലോ. അപ്പോൾ ബോളിംഗ് ചെയ്യുന്ന സമയത്ത് ബാറ്റ്സ്മാൻ്റെ കയ്യിൽ നിന്ന് വഴുതി ബാറ്റ് എയറിലാവത്തില്ലേ? അപ്പോൾ ബോളിൽ ബാറ്റിൽ കോണ്ടാക്ട് ചെയ്ത് ഫീൽഡർ ചെയ്ത ഔട്ടല്ല. ക്യാച്ച് ഔട്ട് ആവണമെങ്കിൽ ബാറ്റും ബാറ്റ്സ്മാനും തമ്മിൽ കോണ്ടാക്ട് ചെയ്യണം. IPL വിന്നറെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇതിന് ആൻസർ ചെയ്തിരുന്നെങ്കിൽ IPL വിന്നറെ നിങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു എമൗണ്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ആൻസർ ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മാത്രം മതി. IPL വിന്നർ കപ്പടിക്കുന്നതായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. RCB. മല്ലു ഫൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. മോന്തയിലെല്ലാം അടി വീഴും. ബൗളിംഗ് ടീമിൽ ഒരു വിക്കറ്റ് കീപ്പർ ഇഞ്ചേർഡായി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറിനെ വിക്കറ്റ് കീപ്പർ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ലോയിലുണ്ടോ? ക്രിക്കറ്റ് ലോയിലുണ്ടോ? ഇല്ല, ആക്കാൻ പറ്റത്തില്ല. പറ്റും. ആക്കാൻ പറ്റുമെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. IPL വിന്നറിനെ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ സൂപ്പർ കിങ്സ്. കൂടുതൽ ആൾക്കാരും ഗസ് ചെയ്തേക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ആരുടെയൊക്കെ പ്രെഡിക്ഷൻസ് കറക്റ്റ് ആവുമെന്ന് നമുക്ക് ഇനി IPL ഫൈനലിൽ കാണാം. IPL കാണാറുണ്ടോ? IPL ഒരു ബെസ്റ്റ് പ്ലെയറെയും വോസ്റ്റ് പ്ലെയറെയും പറയാൻ പറഞ്ഞ ആരൊക്കെ? ബെസ്റ്റ് പ്ലെയർ വിരാട് കോഹ്ലി. അപ്പോൾ വോസ്റ്റ് പ്ലെയർ അൽസാരി ജോസഫ്. ഈ IPL-ലെ ബെസ്റ്റ് പ്ലെയർ ആരായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? ഹെഡ് എല്ലാവരും ഹെഡ്. പിന്നെ വോസ്റ്റ് പ്ലെയർ ആരായിട്ട് തോന്നുന്നു? ഹാർദിക് പാണ്ഡ്യ. നിങ്ങൾക്ക്? ഹാർദിക് പാണ്ഡ്യ. ഓക്കെ. ഏറ്റവും ബെസ്റ്റ് പ്ലെയറും ഒരു സഞ്ജു. വോസ്റ്റ് പ്ലെയർ സിറാജ്. ബെസ്റ്റ് പ്ലെയർ ട്രാവിസ് ഹെഡ്. വോസ്റ്റ് പ്ലെയർ രാഹുൽ ചാവർ. IPL ബെസ്റ്റ് പ്ലെയർ ഈ IPL ഈ IPL ബൂമ്ര ബെസ്റ്റ് പ്ലെയർ. വിരാട് കോഹ്ലി. ഓക്കെ. ഒരു വോസ്റ്റ് പ്ലെയറിനെ പറയാൻ പറഞ്ഞ ബെസ്റ്റ് പ്ലെയർ ആര് പറയും? എനിക്ക് തോന്നിയിട്ട് ജിതേഷ് ശർമ്മ. പഞ്ചാബിൻ്റെ ജിതേഷ് ശർമ്മ. ഏറ്റവും മോശം പ്ലെയറും ഏറ്റവും ബെസ്റ്റ് പ്ലെയറും? ഞാൻ അങ്ങനെ കളി കാണൂല. ബെസ്റ്റ് പ്ലെയർ എന്ന് ചോദിച്ചാൽ നിലവിലെ ഫോമില് സഞ്ജു സാംസൺ. ബെസ്റ്റ് പ്ലെയർ
പിന്നെ മോശം പ്ലെയർ കളി കാണാത്തോണ്ട് അങ്ങനെ അറിഞ്ഞുകൂടാ. സോ ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ട്രെൻഡിങ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.